ദൃശ്യം 3 എന്നുള്ള സിനിമ ഇറങ്ങി നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ കളക്ഷനൊക്കെ നേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും ദൃശ്യം 3 എന്നുള്ള മുഴുവൻ സിനിമയെ പറ്റിയല്ല, മറിച്ച് ആ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഡീകോഡിങ്, എന്തൊക്കെയാണ് ആ ഒരു ക്ലൈമാക്സിൽ സംഭവിച്ചത്, അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യാന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലൈമാക്സ് സംഭവിച്ചത്? ദൃശ്യം 3 എന്നുള്ള പടത്തിൻ്റെ അകത്ത് ബേസിക്കലി കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ജോർജ് കുട്ടി പിന്നെയും വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് ഒരിക്കലും മറ്റേതെങ്കിലും സിനിമകളിൽ വിജയിക്കുന്ന പോലെയല്ല. ഈ ഒരു പടത്തിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ജോർജ് കുട്ടി വിജയിക്കുന്ന എപ്പോഴും ആ ഒരു നിയമത്തിൻ്റെ ഒരു പഴുതുണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം അതിലൂടെ പിടിച്ചു കയറി എല്ലാ കേസുകളും പുള്ളിക്ക് എതിരെ എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് പുള്ളിക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു സംഗതിയിലാണ് കൊണ്ടുപോയി നോർമലി ദൃശ്യം 1, 2 ഒക്കെ നിന്നിട്ടുള്ളത്. ദൃശ്യം 3 സംഭവിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനാരിയോ ആണ്. ഇതിൽ കെണി ഒരുക്കുന്നത് ജോർജ് കുട്ടിയാണ്. പോലീസുകാർ ജോർജ് കുട്ടീനെ പിടിക്കാനായിട്ടുള്ള ഒരു 18ാമത്തെ അടവ് കൂടി ഇറക്കുന്നുണ്ട്. അതിലൊന്നും വീഴാതെ ജോർജ് കുട്ടി പുള്ളി നിർമ്മിച്ച ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുള്ളി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. രക്ഷപ്പെടുക ഇൻ ദ സെൻസ് പുള്ളി ഒരിക്കലും 1, 2 പോലെ ഫ്രീ ആയിട്ട് പിന്നീട് കറങ്ങി നടക്കുകയല്ല, നേരെ ജയിലിലേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ തുടരും സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഒരു തേർഡ് പാർട്ടിൻ്റെ ക്ലൈമാക്സിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണിത്. ഒരു തരത്തിലും പിടികൊടുക്കാതെ ജയിലിൻ്റെ വഴി വരെ പോകാതെ രക്ഷപ്പെട്ട് നിന്നിരുന്ന ജോർജ് കുട്ടി ലാസ്റ്റ് ജയിലിലേക്ക് പോവാണ്. പക്ഷെ അതൊരിക്കലും ഒരു തോൽവിയോ പരാജയമോ അല്ലെങ്കിൽ ഒരു കീഴടങ്ങലോ ഒന്നുമല്ല, മറിച്ച് ധീരമായിട്ടുള്ള ഒരു തരം ഒരു സറണ്ടർ അങ്ങനെ ആവുന്ന ഒരു സംഗതിയാണുള്ളത്. ഇതിലെ ഡീകോഡിങ് മെറ്റീരിയൽ മെയിനായിട്ടും പല ആളുകൾക്കും ഈ ഒരു ക്ലൈമാക്സ് എക്സാക്ട്ലി ഫിഗർ ഔട്ട് ആയിട്ടുള്ള എന്ന് എനിക്ക് തോന്നുന്നു. ചില ആളുകൾക്കേലും മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ പിന്നെയും എന്തുകൊണ്ട് ക്ലൈമാക്സ് അങ്ങനെ വന്നു, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനങ്ങനെ വെച്ചു, ജോർജ് കുട്ടീനെ ഈ പിടിക്കപ്പെടാനായിട്ട് വിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചില ഓഡിയൻസിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇതിലെ ക്ലൈമാക്സ് ലിറ്ററലി ജോർജ് കുട്ടീനെ കൊടുക്കിയതല്ല, ജോർജ് കുട്ടി പോലീസിനെ കൊടുക്കുകയാണ് ചെയ്തത്. എന്താണ് ഇവിടുത്തെ സിനാരിയോ, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അവസ്ഥ വേറൊന്നുമല്ല, ജോർജ് കുട്ടീനെയും ഫാമിലീനെയും അവർ നേരത്തെ നടന്ന മരുണിൻ്റെ മർഡർ ആ ഒരു കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട് സഹദേവനെ വിട്ട്, അതായത് നമ്മുടെ കലാഭവൻ ഷാജോൻ്റെ ആ ഒരു ക്യാരക്ടറിനെ വിട്ടിട്ട് നമ്മുടെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ഒരു കളി കളിക്കുകയാണ്. ആ ഒരു കളിയുടെ എൻഡ് റിസൾട്ട് എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ അൻസിബയുടെ ക്യാരക്ടറിനെ ശരിക്കും ട്രാപ്ഡ് ആക്കുകയാണ്. അൻസിബയുടെ മാരേജ് കഴിഞ്ഞിട്ട് ആ റിസോർട്ടിലേക്കാണ് അവർ പോകുന്നത്. ഒരു പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കൃത്യമായിട്ട് കത്തും. അപ്പോൾ റിസോർട്ടിൽ പോയിട്ട് ഇവരുടെ പ്ലാൻ, ഈ ഒരു സഹദേവൻ്റെയും അല്ലെങ്കിൽ സിദ്ദിഖിൻ്റെയൊക്കെ പ്ലാൻ, അൻസിബേനെ അവിടെ പൂട്ടുന്നു. അപ്പോൾ ഈ ഒരു വരനുണ്ട്, ആ വരനെ ആക്രമിക്കാനായിട്ട് അൻസിബ ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ നീക്കം. അത് ആർക്കറിയാം? ജോർജ് കുട്ടിക്ക് അറിയാം. ഡെഫിനറ്റ്ലി ജോർജ് കുട്ടി അത് ഡിഫെൻഡ് ചെയ്യും. അത് തടയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോർജ് കുട്ടി അൻസിബേനെ ആക്രമിക്കുന്നത്. ഒരിക്കലും അത് ഒരു അക്രമത്തിൻ്റെ രീതിയിലുള്ള ഒരു പരിപാടിയല്ല. മകളെ രക്ഷിക്കണം എന്നുള്ള ഒറ്റ ഇൻറ്റൻഷനോട് കൂടിയിട്ട് മകളെ ആക്രമിക്കുന്നതാണ്. ആ ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു കഥയിൽ എങ്ങനെ പോയാലും ജോർജ് കുട്ടി ജയിലിൽ പോവും, അത് ജോർജ് കുട്ടിക്ക് അറിയാം. പക്ഷേ ഇൻ എനി കേസ് ഈ ഒരു അൻസിബയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ മോളുടെ ക്യാരക്ടർ ഒരിക്കലും ആ ഒരു വരുൺ വധക്കേസിൽ ഇൻവോൾവ് ആയിട്ട് ജയിലിൽ പോകരുതെന്ന് ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യമുള്ള മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ ജോർജ് കുട്ടി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു മൂവ് നടത്തുവാണ്. ഞാൻ ജയിലിൽ പോയാലും ഓക്കെ, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മോള് ജയിലിൽ പോകരുത്. സോ ഇതൊക്കെയാണ് ദൃശ്യം 3 നടന്നിട്ടുള്ളത്. ആകെ മൊത്തം ദൃശ്യം 1, 2 വന്നിട്ടുള്ള കുറേ പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷെ 3 വരുമ്പോൾ അത് കുറച്ചും കൂടെ ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് പിടിക്കാൻ നോക്കുന്നു. അതിൽ നിന്ന് ഒഴിവായിട്ട് ജോർജ് കുട്ടിയുടെ ഒരു ട്രാപ്പിൽ ഈ പറഞ്ഞ പോലീസുകാരെ പെടുത്തുന്നു. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ് സംഭവത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. എനിവേ ഒരു അൾട്ടർനേറ്റ് ആയിട്ടുള്ള ടിസ്റ്റാണ്. അതുവരെ ഒരു ബിൽഡപ്പ് കൊടുത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് എത്തിച്ചിട്ട് സംഭവം ഉൾട്ടയാക്കുവാണ് അവസാനം. ഇങ്ങനെയൊന്നല്ല, വേറൊരു രീതിയിലേക്ക് സംഭവം വഴിതിരിച്ചു വിട്ടിട്ട് ഒരു ഓപ്പണൻ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് സംഭവം കൊണ്ടുവന്ന് നിർത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എൻഡ് തന്നെയാണ്. ഓൾസോ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമുക്കതിൽ ഒരുപാട് ചിന്തിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ദൃശ്യം 3
എൻഡ് ആവുന്നത്.